ഹേ ഗായ്സ്, ആൽബിറാണ്. യെസ്, നമ്മൾ ആലപ്പുഴ ജിംഖാന കണ്ടു വന്നിരിക്കുകയാണ് ഗൈസ്. പടത്തിൻ്റെ റിവ്യൂലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പടത്തിൻ്റെ റിവ്യൂലോട്ട് പോകാം. യെസ്, ആലപ്പുഴ ജിംഖാന ഡയറക്റ്റഡ് ബൈ ഖാലിദ് റഹ്മാൻ. ഖാലിദ് റഹ്മാൻ്റെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ എക്സ്പെക്റ്റ് ചെയ്യും ഇല്ലേ? തല്ലുമാല, അനുരാഗരിക്കും വെള്ളം, അങ്ങനെ അടിപൊളി പടങ്ങളുടെ ഒരു ഡയറക്ടറാണ് ഖാലിദ് റഹ്മാൻ. പിന്നെ തല്ലുമാലയ്ക്ക് ശേഷം വരുന്നൊരു പടമാണ്. അപ്പോൾ നല്ല രീതിക്കുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷനിൽ കൂടിയാണ് ഞാൻ പോയി കണ്ടത്. അവളുടെ മേക്കിംഗ് സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു രീതിക്കാണ് ഞാൻ പോയി കണ്ടത്. പക്ഷേ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തല്ലുമാലയിൽ പുള്ളിയുടെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ ഫൈറ്റ്, ആ വണ്ടിയുടെ ഉള്ളിലെ ഫൈറ്റ് മൊത്തം ഫുള്ള് അടിപൊളിയായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ പടത്തിൽ അങ്ങോട്ട് ഫുള്ളി സാറ്റിസ്ഫൈ ആയിട്ടില്ല. പക്ഷെ പടം കൊള്ളാം, നല്ല പടമാണ്. പക്ഷെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്ന പോലെ എനിക്ക് തോന്നി. മീൻസ് ഇവർ വരുന്നു, പഠിക്കണമെന്ന് വരുന്നു, പെട്ടെന്ന് ജില്ലയിലേക്ക് പോയി, പെട്ടെന്ന് സ്റ്റേറ്റിലേക്ക് പോയി, അങ്ങനെ ചടപട നിന്ന് പരിപാടി കഴിച്ച പോലെ എനിക്ക് തോന്നി. അതൊന്ന് കുറച്ചും കൂടി ക്യാരക്ടേഴ്സിന് നല്ലൊരു ഇത് കൊടുത്ത് ബിൽഡ് ചെയ്ത് വന്നെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായേനെ എന്നാണ് എനിക്ക് ഫീൽ ആയത്. പടത്തിൻ്റെ ജോണർ വരുന്നത് സ്പോർട്സ് കോമഡിയാണ്. പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത് നസ്ലിൻ, പിന്നെ നമ്മുടെ ഗണപതി, പിന്നെ ലുക്മാൻ അവറാൻ, അനഘ രവി, പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. കുറേ പുതിയ ആൾക്കാരും പടത്തിലുണ്ട്. പടത്തിൽ നസ്ലിൻ്റെ റോൾ എന്ന് പറയുന്നത് പറഞ്ഞല്ലോ ഈ ബോക്സിങ് പരിപാടി തന്നെയാണ്. അത് നസ്ലിൻ നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണാനായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആ ഒരു മൂഡിയിലിരുന്ന് കാണുന്ന പടം ആയിരിക്കും. ഒരു ഫണ്ണാണ് ഫുള്ള് പടത്തിൽ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറുകൾ എന്ന് പറയുന്നത് ചെറുത് വലുത് എന്ന് പറഞ്ഞിട്ട് അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗണപതിയുടെ റോള് അടിപൊളിയാണ്. അനഘ രവി ഇതിൽ മറ്റേ നതാശ എന്ന് പറഞ്ഞിട്ട് റോള്, മറ്റേ ആ പാട്ടിൽ ഭയങ്കര ഫെയിമായിട്ടുണ്ടായിരുന്നു. മറ്റേ പഞ്ചാര ആ പാട്ടിൽ നന്നായി ഫെയിമായ കുട്ടി, ആ കുട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നസീർക്ക അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ റോള് കുറച്ചുള്ള പക്ഷെ എന്നാലും ആളത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലുക്മാൻ അവറാൻ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആള് കോച്ചിൻ്റെ ഒരു ഫീല് തന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ആയത്. കാരണം ഇതിൽ നസ്ലിനാണ് കൂടുതലായിട്ട് അവരെല്ലാവരെയും ബിൽഡ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതൊരു കോച്ച് ചെയ്യേണ്ട റോളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയണം. അപ്പം അതൊരു എന്തോ എനിക്കങ്ങനെ തോന്നി. പിന്നെ പടം എന്ന് പറയണത് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തീർത്ത പോലെ തോന്നി. ഒരു 2 സംതിങ് ഉള്ള പടം. അത് ഇവര് വന്ന് ബോക്സിങ് പഠിച്ചു തുടങ്ങി നേരിട്ട് ജില്ലയിലേക്കാണ് മത്സരിക്കാൻ. ആ ജില്ലയിൽ നിന്ന് നേരിട്ട് സ്റ്റേറ്റിലേക്ക്. ഒരു സ്പോർട്സ് പടം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വർക്കാട് ചെയ്ത് ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത് വരണ ഒരു ഫീല് വരാൻ വെച്ചാൽ അവസാനം അവർ ജയിക്കുകയാണെങ്കിൽ ഒരു ഹൈ മൊമെൻ്റ് ഉണ്ടായിരിക്കും. പ്രേക്ഷകർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇത് വേറെ, അതായത് ചിലപ്പോൾ ക്ലീഷേ ഒഴിവാക്കി വേറൊരു മെത്തേഡ് പിടിച്ചതായിരിക്കാം. പക്ഷെ അത് എനിക്കങ്ങോട്ട് സെറ്റായില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ പടം കുഴപ്പമില്ല, തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. ഒരു ഫണ്ണായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്ന് കാണാൻ വെച്ചാൽ നല്ല അടിപൊളി പടമായിരിക്കും, അടിപൊളി ഫീലായിരിക്കും. അവസാനത്തെ മറ്റേ ഫൈറ്റ് സീൻസൊക്കെ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ക്യാമറയിലായാലും നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വാവ് ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാവ് ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുള്ള സീനുകൾ എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഇടി, പിന്നെ ദീപക്കിൻ്റെ ഇടി, അതൊക്കെയാണ് ഇത്തിരി വാവ് ഫാക്ടറായിട്ട് എനിക്ക് ഫീൽ ആയത്. പുള്ളിക്കാരൻ്റെ പഴയ പടങ്ങൾ വെച്ച്, മീൻസ് ഖാലിദ് റഹ്മാൻ എന്ന ഡയറക്ടറിൻ്റെ പഴയ പടങ്ങൾ വെച്ച് എക്സ്പെക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പടം എനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കും എനിക്കും അങ്ങനെ ഫീൽ ആയത്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അന്നേരമാണ് ഒരു വിഷ്വലി ഒരു ഫീൽ കിട്ടാൻ സാധ്യതയുള്ളൂ. ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ ആ ഫണ്ണോടുകൂടി കാണുകയാണെങ്കിൽ നല്ലൊരു പടമായിട്ട് നമുക്ക് ഫീലാവും. പിന്നെ എടുത്തു പറയേണ്ടത് വിഷ്ണു വിജയുടെ മ്യൂസിക്കാണ്. മ്യൂസിക് നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. കാരണം പാട്ടുകൾ ഓൾറെഡി ഹിറ്റാണല്ലോ. പിന്നെ ഈ ക്ലൈമാക്സ് സീനുകളിൽ, ക്ലൈമാക്സ് മീൻസ്
വേറെ ഫൈറ്റ് സീനുകളിൽ ബോക്സിങ്ങിൻ്റെ സ്റ്റേറ്റിൽ വേറെ ബോക്സിങ്ങിൻ്റെ സീനുകളിലൊക്കെ ഒരു ഇംഗ്ലീഷ് റാപ്പ് മൂഡ് സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ വർക്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.